കോആക്സിയൽ കേബിളിൽ കൂടെ 3 കറണ്ടുകൾ ഒഴുകുന്നുണ്ട്. ഒന്ന് ഇന്നർ കണ്ടക്ടറിൽ കൂടെ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഔട്ടർ കണ്ടക്ടർ അഥവാ ഷീൽഡിൻ്റെ ഇന്നർ ആസ്പെക്റ്റ് കൂടെ ഒരു കറണ്ട് ഒഴുകും. പിന്നെ നേരെ തിരിച്ചുള്ള ഡയറക്ഷനിൽ I3 എന്ന് എഴുതിയിരിക്കുന്നത് അതാണ്. ഷീൽഡിൻ്റെ പുറത്ത് കൂടെ ഒരു കറണ്ടും കൂടെ ഒഴുകും. അതാണ് കോമൺ മോഡ് കറണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ 3 കറണ്ട് ഉണ്ടാകുമ്പോൾ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസലാവും. അപ്പോൾ മൂന്നാമത്തത് അൺബാലൻസ്ഡ് കറണ്ട് എന്നാണ് പറയണത്. അത് ഷാക്കിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ് ഉണ്ടാക്കും. ഇത് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കോമൺ മോഡ് കറണ്ട് ചോക്ക്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നടുക്കൊരു FT240-43 ടോറോയിഡ് കാണാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനൊരു പ്ലാസ്റ്റിക് ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ഷാക്കിനകത്ത് വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, റേഡിയോ എൻഡിൽ. അതുകൊണ്ടാണ് ഒരു സാധാ ബോക്സ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു RG316 വണ്ണം കുറഞ്ഞൊരു ടെഫ്ലോൺ കോട്ടഡ് കോആക്സ് ഉണ്ട്. അത് 2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നൈലോൺ ടൈസ് ഉണ്ട് ഇതൊക്കെ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് സാധാരണ നൈലോൺ ടൈസാണ് എടുത്തിരിക്കണേ, UV പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല. അതാ FT240-43 RG316 കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു ബൾക്ക് ഹെഡ് SO239 കണക്ടറാണ്. അത് SO239 ബൾക്ക് ഹെഡ് കണക്ടറാണ്. പിന്നെ ഒരു പാച്ച് കേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതിയേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ ഒരു എൻഡിൽ PL259 ഉള്ള തരത്തിൽ നടുക്ക് മുറുക്കി ഞാൻ. കാരണം അതൊരു പഴയ കേബിളാണ്, കേടായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു ഡിസ്മാൻഡിൽ ചെയ്ത ബൾക്ക് ഹെഡ് SO239 കണക്ടർ, ഇതതിൻ്റെ ഡയലക്ട്രിക്, പിന്നെ അത് സെൻട്രൽ കണ്ടക്ടർ, പിന്നെ ഒരു ഐലറ്റ് ഉണ്ട്. ഐലറ്റ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഇത് വെച്ചിട്ട് മുറുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ സോൾഡർ ചെയ്യുന്ന കാര്യം കുറച്ച് എളുപ്പമുണ്ടാവും. ആ കനം കുറഞ്ഞ ഭാഗത്താണ് സോൾഡർ ചെയ്യണത്. മറ്റല്ലെങ്കിൽ ഈ ഇതിൻ്റെ ബോഡിയിൽ സോൾഡർ ചെയ്യണം, അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കണക്ടർ ഞാൻ ഉപയോഗിച്ചത്. ബോഡിയിൽ സോൾഡർ ചെയ്യണത് നല്ല ഹൈ പവർ സോൾഡറിങ് ആയിട്ട് വേണം. മിക്കവാറും ഇട്ട് പിടിക്കില്ല. ഞാൻ ചെയ്താലൊക്കെ ഡ്രൈ സോൾഡർ ആവാറുണ്ട്. ബോക്സിൻ്റെ സൈഡിൽ ഓരോ ചെറിയ ഹോൾ ഉണ്ടാക്കി ആദ്യം അതിൽ കൂടെ കണക്ടേഴ്സ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. SO239 PL259 ഉള്ള ഒരു വയറൊക്കെ കൂടെ പിടിപ്പിക്കണം. എന്നാലാണ് അത് 2 സൈഡിലേക്കും ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, വീട്ടിനകത്ത് വയ്ക്കാനേ പറ്റുള്ളൂ. ആദ്യം ഉണ്ടാക്കിയ ദ്വാരം പിന്നെ ഒരു കത്രികയിട്ട് തിരിച്ചിട്ട് വലുതാക്കി സൈസ് കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഇത് എളുപ്പമാണല്ലോ, പ്ലാസ്റ്റിക് അല്ലേ, കനം കുറഞ്ഞ